ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ വർക്കിംഗ് ഡേ എങ്ങനെയാണെന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ ദിവസം തുടങ്ങുന്നത് സംസം വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ. അൽഹംദുലില്ലാ, അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. എനിക്കിവിടെ ഈസി ആയിട്ട് സംസം വെള്ളം കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്നത്തെ പോലെയും രാവിലത്തെ ബ്രഷും കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് താജ് നിസ്കാരം, ഖുറാനോത്ത്, സുബഹി നിസ്കാരം, ദിക്ർ, ഇങ്ങനെ ഇതൊക്കെ റൂട്ടീനായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇതിൽ പുതിയ മാറ്റങ്ങളൊന്നുമില്ല, എല്ലാം റൂട്ടീനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അൽഹംദുലില്ലാ. ഇപ്പോൾ റമദാൻ മാസം ആയതുകൊണ്ട് ഇതുവരെ തഹജ്ജുദ് നിസ്കരിക്കാത്ത ആൾക്കാരൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുമായിരിക്കും. കാരണം എന്തായാലും നമ്മൾ സുബഹി ബാങ്കിന് മുന്നേ അല്ലേ എണീക്കുന്നത്. അപ്പോൾ എണീറ്റ ഉടനെ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക, പിന്നെ അത്താഴം കഴിക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. എണീറ്റ് ആദ്യം തഹജ്ജുദ് നിസ്കരിക്കും, പിന്നെയാണ് അത്താഴമൊക്കെ കഴിക്കുന്നത്. ഞാൻ രാവിലെ എണീറ്റ ഉടനെ കുളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നിസ്കരിക്കാനുള്ള മടിയും ഖുർആൻ ഓതാനുള്ള മടിയൊക്കെ പോയി കിട്ടും. എന്ത് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അതുകൊണ്ട് ചൂടുവെള്ളം കുടിക്കുന്ന കാര്യം ആരും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഞാൻ കുളിച്ചാലും ബ്രഷ് ആക്കിയാലും അപ്പം തന്നെ സിങ്കും ബാത്റൂമും ടോയ്ലറ്റും എല്ലാം കഴുകി വരാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റായിട്ട് സമയം കണ്ടെത്തണമെന്നില്ല. കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾ ബാത്റൂം കഴുകുക, ബാത്റൂമും ടോയ്ലറ്റും സിങ്കെല്ലാം കഴുകി കഴിഞ്ഞിട്ട് കുളിക്കുക. പിന്നെ ബാത്റൂമിലുള്ള ടാപ്പ്, മഗ്, ബക്കറ്റ്, സോപ്പ് വെക്കുന്ന സ്ഥലം എല്ലാം ഇതിൻ്റെ കൂടെ ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാത്റൂമും നല്ല വൃത്തിയായിട്ടുണ്ടാവും. ഞാൻ നിസ്കരിക്കുന്നതിന് മുന്നേ കെറ്റലിൽ വെള്ളം ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബോട്ടിലിൽ ഒഴിച്ച് വെക്കാനാണ്, പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുടിക്കാമല്ലോ. ഇനി തഹജ്ജുദ് നിസ്കരിക്കണം. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് അത്താഴം കഴിക്കുന്നത്. ഞാൻ അത്താഴത്തിന് അധികം ഫുഡൊന്നും കഴിക്കാറില്ല കേട്ടോ. കുറേ നട്ട്സൊക്കെ കഴിക്കും. രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും കുതിരാനായിട്ട്, അതെടുത്ത് കഴിക്കും. പിന്നെ പാല് കുടിക്കും. പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കും. ധാരാളം വെള്ളം കുടിക്കും കേട്ടോ. അധികം ഫുഡൊന്നും ഞാൻ കഴിക്കാറില്ല. പിന്നെ അത്താഴത്തിന് വേണ്ടിയിട്ട് ഞാൻ രാത്രി തന്നെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് അതൊന്ന് ചൂടാക്കി എടുത്തു. അങ്ങനെ 2 ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ കഴിച്ചത്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഓറഞ്ചും കഴിച്ചു. പിന്നെ ഞാൻ ഈ റമദാൻ മാസത്തിൽ പുതിയൊരു കാര്യം കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ദിവസം ഞാൻ ഓരോ പോസിറ്റീവ് തോട്ട്സ് എഴുതി വെക്കും. 30 ദിവസമാകുമ്പോൾ എന്തായാലും 30 പേജാവും. രാവിലെ സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഖുർആൻ ഓതും കേട്ടോ. ഖത്തമെല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഓരോ ജുസു പോലെയാണ് ഞാൻ നിയത്താക്കിയിട്ടുള്ളത്. ഓരോ ജുസു പോലെ ഓതി തീർക്കും. അധികം ഓതാൻ പറ്റുന്നില്ല, സമയം കിട്ടൂല എനിക്ക്. അതുകൊണ്ട് ഓരോ ജുസു ദിവസം ഞാൻ ഓതാറുണ്ട്. പിന്നെ ബാക്കി ദിക്റുകളൊക്കെ അധികം ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്യുമ്പോഴാണ് ചൊല്ലാറുള്ളത്. പിന്നെ എല്ലാ ഫർള് നിസ്കാരങ്ങളും കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം സമയം മാറ്റി വെക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ ഓരോ ദിവസത്തെ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യും. നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് രാവിലെ ഒരു 2 hours ഞാൻ ഉറങ്ങി. ഇപ്പം സമയം 9 മണിയാണ് കേട്ടോ. എണീറ്റ ഉടനെ തന്നെ ഞാനൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാതെ തന്നെ എല്ലാ പണികളും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിതിൽ ഓരോ ടാസ്കുകൾ എഴുതിയിട്ട് അത് കഴിയുമ്പോൾ നമ്മൾ ടിക്കിട്ട് വെക്കുമല്ലോ, അത് കാണുമ്പോൾ മനസ്സിനൊരു സമാധാനം. അതുകൊണ്ടാണ് കേട്ടോ. ഇതൊരു ചെറിയ ബുക്കാണ്, ഇതിൽ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ ടിക്കിട്ട് വെക്കും. നമ്മുടെ പണിയും പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. അതൊരു പ്ലസ് പോയിൻ്റാണ്. ടു ഡു ലിസ്റ്റിലെ ആദ്യത്തെ ടാസ്ക് ഷൂ കഴുകലാണ്. അതുകൊണ്ട് ഞാൻ ഷൂ കഴുകാൻ പോയി കേട്ടോ. പെട്ടെന്ന് കഴുകിയാലേ വൈകുന്നേരം ഉണങ്ങി കിട്ടും. എനിക്ക് പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാ ഷൂകളും ഒരുമിച്ചാണ് കഴുകുന്നത്. വാഷിംഗ് മെഷീനിൽ ഡ്രൈ ആവാനിടും. പെട്ടെന്ന് ഉണങ്ങി കിട്ടും. വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും ഉണങ്ങി കിട്ടും. എല്ലാ ഷൂസും കഴുകി വെക്കും കേട്ടോ. ഷൂസെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ബെഡെല്ലാം ഒന്ന് നീറ്റാക്കി വെച്ചു കേട്ടോ. സെക്കൻഡ് ടാസ്ക് ബെഡ് മേക്കിംഗ് ആണ്. ബെഡെല്ലാം നീറ്റാക്കി വെച്ചു. ബെഡെല്ലാം നീറ്റാക്കി വെക്കുമ്പോൾ നമ്മുടെ റൂം പകുതി വൃത്തിയാവും. പിന്നെ നമ്മൾ ദിവസം ചെയ്യുന്ന ബാക്കി പണികൾ ക്ലീനിങ്, തുടക്കുക, കഴുകുക, ഇതൊക്കെയാണ്. ഈ ഒരു ഫ്ലവർ ഞാൻ മുട്ട മേടിക്കുമ്പോൾ കിട്ടിയ അതിൻ്റെ കവർ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാൻ മുമ്പെല്ലാം അധികം ഫ്ലവേഴ്സൊക്കെ ചെയ്യുമായിരുന്നു. എന്ത് കിട്ടിയാലും അത് വെച്ച് ഫ്ലവേഴ്സ് ചെയ്യും.
പ്ലാസ്റ്റിക് കവറൊക്കെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അതിനുള്ള സമയമൊന്നും ഇല്ലാത്ത കൊണ്ട് അതൊന്നും ചെയ്യാൻ പോകാറില്ല. ഇത് മുട്ടയുടെ കവർ കണ്ടപ്പോൾ ഒന്ന് ചെയ്യാൻ തോന്നി. പെയിൻ്റ് ഒന്നും അടിക്കണ്ടല്ലോ, സെയിം കളർ ഉണ്ടല്ലോ, അതുകൊണ്ട് ചെയ്ത് നോക്കിയതാണ്. പിന്നെ അതിൻ്റെ മിഡിലിൽ ഞാൻ ആ ചോക്ലേറ്റിൻ്റെ കവറാണ് കേട്ടോ വെച്ച് കൊടുത്തത്. ഇത് പുതിയ പ്ലഗ് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് വർക്കിംഗ് ആണോ എന്നൊന്ന് വെച്ച്. പിന്നെ നമ്മൾ പുതിയൊരു വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടോ. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ളുഹാ നിസ്കരിക്കുന്നതിന് മുന്നേ ഞാൻ മേല് കഴുകിയിട്ടാണ് കേട്ടോ നിസ്കരിക്കുന്നത്. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യും. കാരണം നമ്മൾ പണിയെല്ലാം എടുത്തിട്ട് വേർപ്പിൻ്റെ മണവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ മേല് കഴുകിയിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ളുഹാ നിസ്കരിക്കുക. ഞാൻ ദിവസം അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മുസല്ലയും നിസ്കാരക്കുപ്പായം മടക്കി വെക്കേണ്ടത്, എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എല്ലാം ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നീറ്റാക്കി എല്ലാം മടക്കി വെക്കുക, ധൃതി പിടിച്ച് ഓടിപ്പോകരുത്. നമ്മൾ നിസ്കാരക്കുപ്പായവും മുസല്ലയും മര്യാദക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അത് കേടായി പോകും കേട്ടോ. മുഷിഞ്ഞ മണം ഉണ്ടാവും, കരിമ്പന് പിടിക്കും. പിന്നെ നമുക്ക് നിസ്കരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അൺകംഫർട്ടബിൾ ഫീലാവും. നമ്മൾ വൃത്തിക്ക് സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് നിസ്കരിക്കുമ്പോൾ നല്ലപോലെ കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ നമ്മൾ നിസ്കാരക്കുപ്പായത്തിന് നല്ല അത്തറൊക്കെ ഇട്ട് സൂക്ഷിക്കുക. പിന്നെ നമ്മൾ കഴുകുമ്പോൾ കംഫർട്ട് യൂസ് ചെയ്യുക. നല്ല മണം ഉണ്ടാവും കേട്ടോ. നിസ്കരിക്കുമ്പോൾ നല്ല കംഫർട്ട് ഫീലാണ്. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിസ്കാരക്കുപ്പായവും മുസല്ലയും നിങ്ങൾ കഴുകാൻ നോക്കുക. കഴുകിയിട്ട് നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് അത്തറ പുരട്ടാൻ മറക്കരുത് കേട്ടോ. നല്ല ഫീലിംഗ് ആണ്. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്ക്. എപ്പോൾ നമ്മൾ നിസ്കാരക്കുപ്പായ കഴുകുമ്പോൾ കംഫർട്ട് യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് അത്തറൊക്കെ പുരട്ടിയിട്ട് വെക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ നിസ്കാരക്കുപ്പായവും മുസല്ലയും എല്ലാം കഴുകി വെക്കുക. നല്ല ഫീലാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിസ്കരിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഇതെൻ്റെ അനുഭവമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ നിസ്കാരക്കുപ്പായൊക്കെ മഞ്ഞ നിറമായിട്ടുണ്ടെങ്കിൽ, കരിമ്പൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ, കീറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഈ റമദാൻ മാസത്തിലെങ്കിലും ഒന്ന് മാറ്റാൻ നോക്കാം. ഒന്നില്ലെങ്കിലും നിങ്ങൾ പെരുന്നാളിന് ഡ്രസ്സൊക്കെ മേടിക്കാൻ പോകില്ലേ, ആ സമയത്ത് പുതിയൊരു നിസ്കാരക്കുപ്പായം നിങ്ങൾ മേടിക്കുക. പിന്നെ നിങ്ങളുടെ മുസല്ലൊക്കെ കേടായതാണെങ്കിൽ നിങ്ങൾ പുതിയൊരു മുസല്ലൊക്കെ മേടിക്കുക. എന്തായാലും നമ്മൾ ഡ്രസ്സിനൊക്കെ കുറേ പൈസയൊക്കെ മുടക്കിയിട്ട് മേടിക്കുന്നതല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഇതും മേടിക്കുക. ഇതിന് വലിയ പൈസ ഒന്നും ആവില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടല്ലേ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇതൊക്കെ മേടിക്കുന്നത്. അതിൽ പിശുക്കൊന്നും കാണിക്കാൻ പോകും. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പഴം നിറച്ചത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. രാവിലെ റൂമിലിരിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് പോയത് കേട്ടോ. അവിടെ കുറേ ക്യൂട്ട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊരു പെൻസിൽ കേസാണ് കേട്ടോ. പെൻസിലിൻ്റെ ഷേപ്പിലുള്ള പെൻസിൽ കേസാണ്. കുറേ ഐറ്റമൊക്കെ ഉണ്ട്. നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ക്യൂട്ടാണ്. പക്ഷെ നല്ല പൈസയാണ് കേട്ടോ. കുറേ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. കാണുമ്പോൾ ഒറിജിനൽ പോലെ തോന്നും. അത്ര നല്ല ഫ്ലവേഴ്സാണ്. ഇതൊക്കെ കണ്ടാൽ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ. ഒലീവ്സൊക്കെ ഉണ്ട് ഇതിൽ. കുറേ വെറൈറ്റി ഓഫ് ഒലീവ്സ് ഉണ്ട്. പിന്നെ ജാമുണ്ട്. പിന്നെ മയനസൊക്കെ ഇവിടെ അധികം യൂസ് ചെയ്യാറുണ്ട്.
ഇത് ഫ്രൂട്ട്സും വെജിറ്റബിൾ സെക്ഷനാണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്തിടാം. ഇങ്ങനത്തതൊന്ന് മേടിക്കണമെന്ന് കുറേ ആയി ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇതുവരെ മേടിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഞാൻ മേടിക്കും. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് അധികം നേരമൊന്നും അവിടെ നിന്നില്ല. പെട്ടെന്ന് റൂമിലേക്ക് വന്നു. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ തരും. അധികമൊന്നും തരില്ല. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് തരുന്നതെന്ന്. അങ്ങനെ അടുത്തുള്ള പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വർക്കിംഗ് വുമൺ ആണെങ്കിൽ നിങ്ങൾക്ക് ദിക്റ് ചൊല്ലാനും ഖുർആൻ ഓതാനും സമയമില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ പണിയെടുക്കുമ്പോൾ ദിക്റുകൾ ചൊല്ലാട്ടോ. പിന്നെ ഖുർആൻ ഓതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ ഖുർആൻ വെക്കുക, അതിൻ്റെ കൂടെ നിങ്ങളും ഓതുക. ഇങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. ബിസി പേഴ്സൺ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ഒരു പ്ലാനർ ഉണ്ടാക്കുക. അതിൽ ഖുർആൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയങ്ങളൊക്കെ എഴുതി വെക്കുക. പിന്നെ നിസ്കരിക്കാനുള്ള സമയവും ദിക്റ് ചെല്ലാനുള്ള സമയവും എല്ലാം നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളെ സമയം പോലെ നിങ്ങളത് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഓരോ നിസ്കാരം കഴിയുമ്പോഴും അത് ടിക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മൾ റമദാൻ മാസം അവസാനമാകുമ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ ഈ ഒരു റമദാൻ മാസത്തെ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക, നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കില്ല എന്ന തീരുമാനങ്ങൾ എടുക്കുക. കുറ്റം ചെയ്യില്ല, അധികം മൂവി കാണൂല. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു റമദാൻ മാസത്തിൽ ചാലഞ്ചായിട്ട് എടുക്കുക. അത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാലഞ്ചായിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾ അത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുക. എല്ലാവരും റമദാൻ മാസം വരുമ്പോൾ നന്നാവും. പിന്നത്തെ മാസങ്ങളിൽ സെയിം സ്വഭാവം കാണിക്കും. അങ്ങനെ ചെയ്യരുത്. റമദാൻ മാസത്തിൽ നിങ്ങളെടുത്ത നല്ല തീരുമാനങ്ങൾ അത് അവസാനം വരെ നിങ്ങൾ കൊണ്ടുപോകണം. ഫാമിലിയിലൊക്കെ നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പൊരുത്തു കൊടുക്കുക. അവരെ നിങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളെ കുടുംബ ബന്ധത്തെ നിങ്ങൾ മുറുകെ പിടിക്കാൻ നോക്കുക. ഒരിക്കലും നമ്മുടെ കുടുംബ ബന്ധത്തെയും ഫ്രണ്ട്ഷിപ്പിനെയും നമ്മൾ കളയരുത്. അത് നല്ല രീതിക്ക് തന്നെ നമ്മൾ കൊണ്ടുപോകണം. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ അധികം ഫുഡൊന്നും കിട്ടൂല കേട്ടോ. ഇവിടെ കണ്ട നേരത്തെ തന്നെ ഇതേപോലെ കാർപ്പറ്റൊക്കെ വിരിച്ച് വെക്കും. പെണ്ണുങ്ങൾക്കൊരു സെക്ഷൻ ഉണ്ടാവും, ആണുങ്ങൾക്കൊരു സെക്ഷൻ ഉണ്ടാവും. നമ്മുടെ നോമ്പ് തുറ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും കേട്ടോ. ഇമാമിൻ്റെ കൂടെ ജമാഅത്തായിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അധിക ഫുഡൊന്നും ഇവിടെ കിട്ടൂല, ചെറിയ ഫുഡേ കിട്ടുള്ളൂ. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗഹ്വ, ഇതൊരു വേറൊരു അറബി തന്നതാണ് ഈ ഗഹ്വ. പിന്നെ ഇവിടെ ഒരു ഓറഞ്ച് കിട്ടും. പിന്നെ ചോറ്, വെള്ളം, ലബാണ്, ഇത്ര കിട്ടത്തുള്ളൂ. ചോറ് കപ്സ റൈസാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചിക്കനും ഉണ്ടാവും. പോകുന്നതിന് മുന്നേ ജ്യൂസും കടികളും പിന്നെ പത്തിരി, ചിക്കൻ കറി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോവാറ്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല. നിസ്കാരമൊക്കെ അവിടെ കഴിഞ്ഞത് കൊണ്ട് കുറച്ച് നേരം ഖുർആൻ ഓതിയിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് റെഡിയായിട്ടോ. ഡ്യൂട്ടി 9 മണിക്കാണ് ഇവിടെ തുടങ്ങുന്നത്. എനിക്ക് റമദാൻ മാസത്തിൽ 9 മണിക്ക് തുടങ്ങും, അതല്ലെങ്കിൽ നേരത്തെ തുടങ്ങും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങി കേട്ടോ. പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസൈഡ് കയറി കേട്ടോ. കയറിയപാട് പേഷ്യൻറ്റിനെല്ലാം ഒന്ന് പോയി കണ്ടു. പേഷ്യൻസ് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അസസ്മെൻറ്റ് ചെയ്യാനിരുന്നു കേട്ടോ. നമുക്ക് അസസ്മെൻറ്റ് ചെയ്യാൻ തന്നെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കും. അത്ര ഒരു ലോങ് പ്രോസസ്സാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മെഡിക്കേഷൻസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് മെഡിക്കേഷൻ റൂമിൽ വന്നു കേട്ടോ. മെഡിക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നാട്ടിലത്തെ പോലെയല്ല, നമുക്ക് ഇതേപോലെ ഒരു സിസ്റ്റം ഉണ്ടാവും. ഇതിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ മെഡിക്കേഷൻസ് എല്ലാം എടുക്കുന്നത്. നാട്ടിലാണെങ്കിൽ നമുക്ക് ഫാർമസിയിൽ നിന്ന് ഡയറക്റ്റ് വരും പേഷ്യൻറ്റിന് ഉള്ളതൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഇതേപോലത്തെ ഒരു മെഷീനിലാണ് എടുക്കുന്നത്. നമ്മുടെ ഫിംഗർ പ്രിൻ്റൊക്കെ കൊടുത്തിട്ട് മെഷീൻ യൂസ് ചെയ്യും. പേഷ്യൻറ്റിന് വേണ്ടിയ മെഡിക്കേഷനൊക്കെ ഓൾറെഡി ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ടാവും കേട്ടോ. അധികം നമ്മൾ മെനക്കെടേണ്ട ആവശ്യമില്ല.
എല്ലാ പേഷ്യൻറ്റിനുള്ള മെഡിക്കേഷനും ഞാൻ ഒറ്റ സമയത്ത് തന്നെ എടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് ഒരു കവറിലാക്കി പേര് എഴുതി വെക്കും. എന്നിട്ട് ഓരോ പേഷ്യൻറ്റിനും സെയിം സമയത്ത് പോയി കൊടുക്കും കേട്ടോ. പിന്നെ ഇതെനിക്കൊരു പേഷ്യൻറ്റ് തന്ന ബൊക്കെയാണ് കേട്ടോ. ആൾ ഡിസ്ചാർജായി പോകുമ്പോൾ സന്തോഷത്തോടു കൂടി എനിക്ക് തന്നതാണ്. റിക്കവറി ആയതിൻ്റെ സന്തോഷത്തിൽ തന്നൊരു ബൊക്കെയാണ് കേട്ടോ. നല്ല രസമില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എൻഗേജ്മെൻറ്റിനും കല്യാണത്തിനും പോകുമ്പോഴൊക്കെ കൊണ്ടുപോകുന്നതല്ലേ. പക്ഷേ ഇവിടെ പേഷ്യൻറ്റിനെ കാണാൻ വരുമ്പോൾ ഇതേപോലെ ബൊക്കെ ആയിട്ടൊക്കെ വരാറുണ്ട് കേട്ടോ. ഞാനിന്ന് 3 മണിയാകുമ്പോൾ തന്നെ അത്താഴം കഴിച്ചിട്ടോ. ചോറും ഒരു ചിക്കനും ഉണ്ടായിരുന്നു. അത് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തു കേട്ടോ. നേരത്തെ കഴിച്ചു. ഒരു 3-3:30 ആകുമ്പോൾ തന്നെ ഞാനിന്ന് അത്താഴം കഴിച്ചു. പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ ഖുർആൻ ഓതി കേട്ടോ. അധികമൊന്നും സമയം കിട്ടാറില്ല. നമ്മൾ മെഡിക്കേഷൻസൊക്കെ എടുത്ത് വെച്ചിട്ട് ഖുർആനൊക്കെ ഓതുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടും. പക്ഷേ ഇന്ന് എൻ്റെ പേഷ്യൻസ് അധികം കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട്, അധികം കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്ത കൊണ്ട് എനിക്ക് കുറച്ച് നേരം ഖുർആൻ ഓതാൻ പറ്റി കേട്ടോ. ചില ദിവസം നമുക്ക് ഭയങ്കര ബിസി ആയിരിക്കും. ആ സമയത്തൊന്നും ഓതാൻ പറ്റത്തില്ല. നമ്മൾ പെട്ടെന്ന് നിസ്കരിച്ച് പോവും. അങ്ങനെയൊക്കെയാണ്. ചില സമയത്ത് ഓക്കെയാണ്. ഇത് നിസ്കാരം ഓത്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസ് നോക്കാൻ പോയി കേട്ടോ. ഇവിടെ വൈറ്റൽസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ മെഷീൻ യൂസ് ചെയ്യും. ഇതിലാണ് നമ്മൾ വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നത്. ഭയങ്കര ഈസിയാണ് കേട്ടോ. ആദ്യം എല്ലാ പേഷ്യൻസിനെയും വൈറ്റൽസ് നോക്കും. പിന്നെ മെഡിക്കേഷൻസ് കൊടുക്കും കേട്ടോ. പേഷ്യൻസ് വൈറ്റലി സ്റ്റേബിളാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ മെഡിക്കേഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറിനെ നമ്മൾ ഇൻഫോം ചെയ്യും കേട്ടോ. ഇതൊക്കെയാണ്. ഇത് മെഡിക്കേഷൻ വേസ്റ്റ് ഇടുന്ന പ്ലേസാണ്. പിന്നെ എനിക്കൊരു ഫീഡിംഗ് ഉള്ള പേഷ്യൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ പേഷ്യൻറ്റിന് മെഡിക്കേഷൻ നമ്മൾ ക്രഷ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് ക്രഷ് ചെയ്യാനുള്ള മെഷീൻ ഇതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ചെയ്യുന്ന സാധനമില്ല, അതിൽ പൊടിയാക്കിയിട്ടാണ് കൊടുക്കാറ്. പക്ഷേ ഇവിടെ എല്ലാം ഇങ്ങനെയാണ് കേട്ടോ. എല്ലാം മെഷീൻസാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം മെഡിക്കേഷൻസ് എല്ലാം സൈൻ ചെയ്യും കേട്ടോ. ഇവിടെ സൈൻ ചെയ്യാൻ ഫയലൊന്നുമില്ല. നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെയാണ് സൈൻ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് സിസ്റ്റമിലാണ് കേട്ടോ. നമുക്ക് ഫയലും കാര്യങ്ങളൊന്നുമില്ല. പെന്നിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. പേഷ്യൻസിനൊക്കെ ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. ഇപ്പം നേരെ ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഹസ്ബൻഡും കൂട്ടാൻ വരും. അങ്ങനെ 2 പേര് റൂമിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയി വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.